പുതിയ വർഷം, പുതിയ മാസം, പുതിയ ആഴ്ച, പുതിയ ദിവസം, പുതിയ നിമിഷങ്ങൾ. എല്ലാവർക്കും പുതുവത്സരാശംസകൾ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കൊഴിഞ്ഞു കൊഴിഞ്ഞു പോകും. ചില ആളുകളെങ്കിലും പറയാറുണ്ട്, എന്നും ഇങ്ങനെ ദുഃഖത്തോടുകൂടെ ജീവിക്കാനാണ് എൻ്റെ വിധി. അങ്ങനെയൊന്നുമില്ല. ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ഒന്നും സ്ഥിരമല്ല എന്ന ആ ഒരു പ്രപഞ്ച സത്യത്തെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയാൽ ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ ദിവസവും രാവിലെ എണീച്ച ഉടനെ കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് മിനിമം ഒരു 10 പ്രാവശ്യമെങ്കിലും എനിക്കുള്ളത് കൊണ്ട് ഞാൻ തൃപ്തനാണ്, എനിക്കിതൊക്കെ മതി, ഇതുകൊണ്ട് എനിക്ക് ആവശ്യമുള്ളതൊക്കെ നേടിയെടുക്കാൻ ഞാൻ വിചാരിച്ചാൽ പറ്റും എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയാൽ പിന്നീട് നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും പറ്റില്ല. അതുപോലെ തന്നെ നമുക്ക് വേണ്ടുന്നതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുകയും ചെയ്യും. ഈ പുതുവർഷത്തിൽ ഒരുപാട് വലിയ വലിയ പ്രതീക്ഷകളും തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിനേക്കാൾ അപ്പുറം നമ്മളിപ്പോൾ എവിടെയാണോ ഉള്ളത്, നമ്മളുടെ മേഖല എന്താണോ ആ മേഖലയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ പരമാവധി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചിട്ട് ഒരുപാട് പ്രതീക്ഷകളൊക്കെ നമ്മൾ വെച്ചിട്ട് അതിലൊന്നും എത്തിപ്പെടാൻ പറ്റാതെ പോകുമ്പോൾ ഒരുപാട് നിരാശക്ക് അത് വഴിയൊരുക്കും. അതിനു പകരം ഇപ്പോൾ നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ മേഖല എന്ന് പറയുന്നത് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ തൊഴിൽ ചെയ്യുന്നവരാണെങ്കിൽ അവരെന്ത് തൊഴിലാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മേഖലയിൽ അതിൻ്റെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ മതി. അല്ലാതെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളോ വലിയ വലിയ തീരുമാനങ്ങളോ ഒക്കെ എടുത്തിട്ട് വർഷാവസാനം ഒന്നും ആയില്ല, എല്ലാ വർഷത്തെയും പോലെ ഈ വർഷം കടന്നുപോയി എന്ന് നിരാശപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു പുതുവത്സരം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയുള്ള നിമിഷങ്ങൾ നിങ്ങൾക്ക് ശുഭമായിരിക്കട്ടെ.